ഒരു ഈസി പാസ്ത റെസിപ്പിയാണേ. ആദ്യം തന്നെ ഞാൻ മുട്ട ചിക്കി മാറ്റുന്നുണ്ട്. ഇന്ന് വേറൊരു രീതിക്ക് ചെയ്തെന്ന് മാത്രം. എപ്പോഴും ഞാൻ ഇതുപോലെ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ്, തക്കാളി, ബീൻസ് അങ്ങനെ ഒരുപാട് ഫ്രോസൺ പീസ് ഇടാറുണ്ട്. അങ്ങനെ ഒത്തിരി വെജിറ്റബിൾസ് ഇടാറുണ്ട്. പിന്നെ അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല. എന്നാൽ ചിക്കനൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മുട്ട ചിക്കി മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ സവാള വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് വഴച്ചിട്ട് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 സ്പൂൺ ബിരിയാണി മസാല ഇടുന്നുണ്ട് കേട്ടോ. ഈ പാസ്ത കഴിക്കുമ്പോൾ നല്ലൊരു ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടും. മാത്രമല്ല മണമൊക്കെ സെയിം ബിരിയാണിയുടേതാണേ. കുറച്ച് മല്ലിയിലയും വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും ഇട്ട് കൊടുത്ത് ആദ്യം തന്നെ ഞാൻ പാസ്ത ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർന്ന് നല്ലവണ്ണം മിക്സായി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. സാധാരണ ബട്ടർ ഇല്ലാത്ത കാരണം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മലയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ പാസ്ത ഞാൻ പല തരത്തിലുണ്ടാക്കാറുണ്ട് കേട്ടോ. കാര്യം നമ്മളിവിടെ എല്ലാവരും പാസ്ത പ്രേമികളാണ്. അപ്പോൾ ഇത് ഒരു റെസിപ്പി.